പാലക്കാടൻ ഗ്രാമങ്ങളുടെ മനോഹരമായ കാഴ്ചകളും വള്ളുവനാട്ട് രുചിയും അറിഞ്ഞാണ് മിസ്സസ് ആൻഡ് മിസ്റ്റർ സവാരിഗിരി ഇന്ന് യാത്ര ചെയ്യുന്നത്. കാണാം ഒറ്റപ്പാലത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. അപ്പോൾ മിസ്സസ് ആൻഡ് മിസ്റ്റർ സവാരിഗിരിയുടെ യാത്ര അത് പാലക്കാടിലെ ഗ്രാമീണ മേഖലകളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ശ്രീകൃഷ്ണപുരത്താണ്. കടുത്ത ചൂടായതുകൊണ്ട് തന്നെ പകൽ പുറത്ത് ആളുകളെ ഒന്നും കാണാനില്ല, അല്ലേ വിനീത? അതെ, പുറത്ത് ആളുകളെ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്താണെങ്കിലും നമുക്കത് അറിയണം. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകൾ പുറത്തിറങ്ങാത്തത് കൊണ്ട് നമ്മൾ അവരെ തേടി അവരുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അതെ, ഇനി നമുക്കപ്പോൾ വീട്ടിൽ കയറി നോക്കാം. ഓക്കെ. അതിനുള്ളൊരു വീട്ടിലെത്തിയിട്ടുണ്ട്. ഹായ്, നമസ്കാരം. മിസ്സസ് ആൻഡ് മിസ്റ്റർ സവാരിഗിരി നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് പര്യടനമാണ്. തിരുവനന്തപുരത്ത് ആരംഭിച്ച് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ എത്തിയിരിക്കുകയാണ്. പുറത്തൊക്കെ നല്ല വെയിലായതുകൊണ്ട് ആരെയും അങ്ങോട്ടേക്ക് കാണുന്നില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന് കാണാതെ കരുതി. ഇലക്ഷന്റെ ചൂടുമുണ്ട്, പുറത്തെ ചൂടുമുണ്ട്. രണ്ടും വളരെ കഠിനമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് ശ്രീകൃഷ്ണപുരം. എങ്ങനെയാ, ഏത് ചൂടാ കൂടുതലായിട്ട്? രണ്ടും സമാന്തരമാണ്. രണ്ടും ഇടയ്ക്ക് ഒന്ന് രണ്ട് മഴ കിട്ടുകൊണ്ട് പുറത്തുള്ള ചൂട് കുറവുണ്ടെങ്കിലും ഓരോ ദിവസം ചെല്ലുന്തോറും ഈ തെരഞ്ഞെടുപ്പ് ചൂട് വളരെ നല്ല രീതിയിൽ നമുക്ക് അനുഭവത്തിലുണ്ടെന്നർത്ഥം കൂടി വരുന്ന ഒരു പ്രദേശമാണ് ശ്രീകൃഷ്ണപുരം. ശ്രീകൃഷ്ണപുരം ഒറ്റപ്പാലക്കാട് ഒറ്റപ്പാലം മണ്ഡലം. ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, നല്ല ചൂടാണ്. നല്ല ചൂടാണ്. എന്ത് പറയുന്നു? വോട്ടുണ്ടോ? വോട്ടുണ്ട്. കല്യോട്ടാണോ? ഫസ്റ്റ് വോട്ട്? അല്ല. ആർക്കാ വോട്ട് തീരുമാനിച്ചോ? ആർക്കാ കൊടുക്കേണ്ടത്? ഒരു വ്യക്തിപരമായിട്ട് അഭിപ്രായമുണ്ട്. മാറ്റത്തിന് വോട്ട് വേണം എന്നുള്ളതാണോ അതോ തുടർന്ന് പോയാൽ മതി എന്നുള്ളതാണോ? മാറ്റം വേണം. മാറ്റം വേണം എന്നുള്ളതാണ്. എന്ത് പറയുന്നു? മകളുടെ അഭിപ്രായത്തോട് തന്നെയാണോ? തീർച്ചയായിട്ടും മാറ്റം വേണം. ചേച്ചി ആ അഭിപ്രായം തന്നെയാണോ? യോജിക്കുന്നുണ്ടോ? ചേട്ടന്റെ അഭിപ്രായം? യോജിക്കുന്നുണ്ട്. വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ രേഖപ്പെടുത്താം. ഇല്ല, വ്യത്യസ്ത അഭിപ്രായം ഇല്ല. ഞങ്ങളെ ജീവനക്കാരോടൊക്കെ നല്ലതാണ്. പിന്നെ ശമ്പള പരിഷ്കരണം, പണ്ടത്തെ കുടിശ്ശിക തന്നെ തന്നിട്ടില്ല. ഇനി പുതിയ ശമ്പള പരിഷ്കരണം ആയി, അതും തന്നിട്ടില്ല. ചേച്ചി, അപ്പൊ നാട്ടുവിശേഷങ്ങൾ, തെരഞ്ഞെടുപ്പ് വിശേഷമൊക്കെ അറിഞ്ഞു. ഇനി വീട്ടുവിശേഷങ്ങളിലേക്ക് കിടക്കാം. എങ്ങനെയുണ്ട്? ഗ്യാസ് ഒക്കെ കിട്ടുന്നുണ്ടോ? വലിയ പ്രശ്നമില്ല. യുദ്ധം ഇവിടെ അടുക്കള അങ്ങനെ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തൂടെയുള്ള ഇങ്ങനെ ഓരോ യാത്രയുടെ നമ്മള് കൊല്ലം, ആലപ്പുഴ ജില്ലകളിലൊക്കെ കയറിയപ്പോഴേ ഓരോ സ്ഥലത്തും ഓരോ ശൈലിയാണ്. അവരുടെ ഫുഡിനും ഭാഷയ്ക്കും ഒക്കെ ആ ഒരു വ്യത്യാസം വരുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങള് കൊല്ലത്ത് പോയപ്പോ നല്ല തീയൽ കണ്ടു അല്ലേ? ചെറുമാങ്ങയാണോ ചേച്ചി? അതാ നല്ല. ഇനിയപ്പോ ഇതിപ്പോ മാങ്ങ വേവിച്ച് അതില് ശർക്കര ഒഴിച്ചിട്ടുണ്ടോ? മഞ്ഞപ്പൊടി ഇട്ടു. ഇനി ഇതാ നാളികേരം, കുറച്ച് മോരൊഴിക്കും, എന്നിട്ട് അതില് നാളികേരം ചേർത്ത്. ഇവിടുത്തെ മാങ്ങ തന്നെയാണ്. ഇത് ഇവിടെ ഇരുമ്പമ്പുളി എന്നാ പറയാ അല്ലേ? ഞങ്ങളുടെ നാട്ടിലത് പുളിഞ്ചിക്കാന്നാ പറയാ, ട്രിവാൻഡ്രം. ഒറ്റപ്പാലം ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. ശശിയൊക്കെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ? നല്ല മത്സരമായിരിക്കും എന്തായാലും. ഇതെന്താ ചേച്ചി? അവളുണ്ടാക്കിയതാണ്. ചേച്ചി, ഐസ്ക്രീം ആണോ? അല്ല, മാങ്ങയുടെ കാമ്പ് മാത്രം എടുത്തിട്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മളെ ഈ ഈ പാലക്കാടൊക്കെ ഒരു ഈ ചൂട് കാലത്ത് അല്പം ആശ്വാസം കിട്ടുന്ന ഒരു പ്രതിരോധമാണ് അല്ലേ? നല്ല മാങ്ങ ഉപ്പിലിട്ട് ഉണക്കാൻ കൊതിപ്പിക്കുന്നത്. നമ്മളെന്താണെങ്കിലും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് വരുന്നു, അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കാണുന്നു. ഇനിയിപ്പോ നമുക്ക് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. മിസ്സസ് ആൻഡ് മിസ്റ്റർ സവാരിഗിരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.